ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഫസ്റ്റ് ഘട്ടം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും ഒരു റിവിഷൻ ക്ലാസ്സായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മളതിൽ നോക്കുന്നത് കേരളത്തെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചിട്ടാണ് അല്ലേ. ജലത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് വൈദ്യുതി നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജലവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത്. അണക്കെട്ടുകൾ സംഭരിക്കുന്ന ജലം താഴത്തേക്ക് ഒഴുക്കി ടർബൈൻ കറക്കിയിട്ട് അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഈ ജലവൈദ്യുത പദ്ധതികളാണുള്ളത്. ഈ ജലവൈദ്യുത നിലയങ്ങളിൽ നടക്കുന്ന ഊർജ കൈമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം സ്ഥിതികോർജം, പിന്നീട് നമ്മൾ ആ വെള്ളം എന്ത് പറയുന്നു, ടർബൈനിൽ ഒഴുക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ ഗതികോർജം, പിന്നെ ടർബൈൻ കറക്കുമ്പോൾ യാന്ത്രികോർജം, പിന്നീട് വൈദ്യുതോർജമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ, ജലവൈദ്യുത അല്ലെങ്കിൽ നമ്മുടെ ജലവൈദ്യുതി ഉൽപാദനത്തിൽ നടക്കുന്ന ഊർജ കൈമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ആദ്യം സ്ഥിതികോർജം, പിന്നീട് അത് വെള്ളം താഴത്തേക്ക് ഒഴുക്കുമ്പോൾ അപ്പോൾ സ്ഥിതികോർജം, ഗതികോർജം, പിന്നെ യന്ത്രം കറക്കുമ്പോൾ യാന്ത്രികോർജം, ശേഷമാണ് എന്ത് വരുന്നത്, വൈദ്യുതോർജം വരുന്നത്. ജനറേറ്റർ ടർബൈൻ കറക്കുന്നത് മൂലമുണ്ടാകുന്ന യാന്ത്രികോർജത്തെ വൈദ്യുതിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പദ്ധതികളെ കുറിച്ച് നോക്കാം, ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് നോക്കാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒരു ഊർജ്ജ കൈമാറ്റം പറഞ്ഞു എന്ന് മാത്രം. ഇനി കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? കണ്ണൻ ദേവൻ കമ്പനിയാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് കണ്ണൻ ദേവൻ കമ്പനിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജില്ലയിലെ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതി 1940 ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലത്താണ് കമ്മീഷൻ ചെയ്തത്. ഏത്? ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് 1940 ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലത്താണ് കമ്മീഷൻ ചെയ്തത്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ, 1954 ആദ്യം നമ്മൾ 40 പറഞ്ഞു, പിന്നീട് 14 കൊല്ലങ്ങൾക്ക് ശേഷം 1954 കമ്മീഷൻ ചെയ്ത ചെങ്കുളം പദ്ധതിയാണ്. ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെങ്കുളം പദ്ധതി മുതിരപ്പുഴയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിൽ മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ, അത് കുറ്റ്യാടി പദ്ധതിയാണ്. കേരളത്തിലെ മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി പദ്ധതിയാണ്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പുഴയിൽ 1972 ഈ പദ്ധതി കമ്മീഷൻ ചെയ്തത്. ഇനി കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, മണിയാർ എന്ന് പറയുന്നത്. ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയിൽ 1994 ഈ പദ്ധതി കമ്മീഷൻ ചെയ്തത്. ഒരു ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ, ഇടുക്കിയിലെ മാങ്കുളം പദ്ധതിയാണ്. ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് ഇടുക്കിയിലെ മാങ്കുളം പദ്ധതി. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ, മീൻവല്ലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്രാമപഞ്ചായത്താണ്. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം പദ്ധതി എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ തൂതപ്പുഴയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, അത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം എന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവിലാണ് ഈ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പൈനാവിൽ. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവിലാണ്. 1975 ഒക്ടോബർ 4 ഇടുക്കി പദ്ധതി നിലവിൽ വന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. ഈ ഡാം നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ, അത് കാനഡയാണ്. ഏത് രാജ്യമാണ്? കാനഡയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന് പറയുന്നത് ഇടുക്കി ഡാമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. കുറവൻകുറുത്തി മലനിരകൾക്കിടയിലാണ് ഇടുക്കി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി പദ്ധതിക്കായി ജലം സംഭരിച്ചു വെച്ചിരിക്കുന്ന അണക്കെട്ടുകളാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവ. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവ. കൊലുമ്പൻ മൂപ്പൻ എന്ന ആദിവാസി നേതാവാണ് ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ചത്. കൊലുമ്പൻ മൂപ്പനാണ്. പദ്ധതിയുടെ ഊർജോൽപാദന കേന്ദ്രം എന്ന് പറയുന്നത് മൂലമറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്.
1976 ഫെബ്രുവരി 12 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അന്നു മുതലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപാദനം തുടങ്ങിയത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ സഹായിച്ചത് കാനഡയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഉൽപാദനശേഷി 780 മെഗാവാട്ടാണ്. ജലം, ഈ പദ്ധതിക്കായി ജലം സംഭരിച്ചു വെച്ചിരിക്കുന്ന അണക്കെട്ടുകൾ ഇടുക്കി, ചെറുതോണി, കുളമാവാണ്. അതുപോലെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, ഡാമിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കൊലുമ്പൻ മൂപ്പനാണ്. അത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാലോ. അതുപോലെ കുറവൻ കുറത്തി മലനിരകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് 1966 പത്തനംതിട്ടയിൽ നിലവിൽ വന്ന ശബരിഗിരി പദ്ധതി. അപ്പൊ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി. 1966 പത്തനംതിട്ടയിലാണ് നിലവിൽ വന്നത്. ഇനി ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കിയിലെ കൂത്തങ്കൽ. ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഇടുക്കി ജില്ലയിലെ കൂത്തങ്കൽ എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ എന്ന് പറഞ്ഞു. വലുത് ചോദിക്കുകയാണെന്ന് ചോദിച്ചാൽ അത് കൂത്തങ്കലാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലെ മൂലമറ്റമാണ്. ഇടുക്കിയിലെ മൂലമറ്റം. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. അതുപോലെ ഈ നമ്മൾ പദ്ധതികൾ പഠിക്കുമ്പോൾ ആ പദ്ധതി ഏത് ജില്ലയിലെ ഏത് നദിയിലാണെന്ന് ചോദിക്കും. അപ്പോൾ പേപ്പാറ ജലവൈദ്യുത പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കല്ലട ജലവൈദ്യുത പദ്ധതി കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കക്കാട് ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ടയിലെ തന്നെ കക്കി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലും, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴ നദിയിലും, അതുപോലെ മുതിരപ്പുഴ നദിയിലുള്ള മറ്റൊരു പദ്ധതിയാണ് ഇടുക്കി ജില്ലയിലെ തന്നെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ ഇടുക്കി ജില്ലയിൽ തന്നെ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും പെരിയാറിൽ തന്നെയാണ്. ഇനി പന്നിയാർ, അത് ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലാണ്. മലങ്കര ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ്. മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലാണ്. ഇടമലയാർ എറണാകുളം ജില്ലയിലെ ഇടമലയാർ നദിയിലും, ഷോളയാർ തൃശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലും, പെരിങ്ങൽകൂത്ത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മലമ്പുഴ നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ മലമ്പുഴ നദിയിലാണുള്ളത്. ചെമ്പുകടവ് കോഴിക്കോട് ജില്ലയിലെ ചാലിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉറുമി പദ്ധതി കോഴിക്കോട് ജില്ലയിലെ പൊയിലിങ്ങ പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി പദ്ധതി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഏത് നദിയിലാണ് ഈ പദ്ധതികൾ എന്ന് ചോദിക്കാം, ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം. നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യം എന്താണ്? ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതെന്ന് അറിയാലോ. ഏതൊക്കെയാണ്? ഇടുക്കി, ചെങ്കുളം, പള്ളിവാസൽ, നേര്യമംഗലം, പന്നിയാറ്, ലോവർ പെരിയാറ്, മലങ്കര, മാട്ടുപ്പെട്ടി ഇവയെല്ലാം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ പെരിയാറിലും മുതിരപ്പുഴയിലും പന്നിയാറിലും മൂവാറ്റുപുഴയിലും ഒക്കെ ആയിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ജലവൈദ്യുത പദ്ധതികൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്ത്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB നിലവിൽ വന്നത് എന്നാണ്? 1957 മാർച്ച് 31 നിലവിൽ വന്നത്. തിരുവനന്തപുരം പട്ടത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം പട്ടത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി ഭവനാണ്. KSEBയുടെ ആപ്തവാക്യം എന്നാണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ഊർജം എന്നതാണ്. കേരളത്തിന്റെ ഊർജം. അപ്പൊ KSEBയുടെ നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? മിൻഹാജ് ആലം IAS ആണ്. മിൻഹാജ് ആലം IAS ആണ്
KCBയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി KCBയുടെ ആദ്യത്തെ ചെയർമാൻ ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് KP ശ്രീധരൻ നായരായിരുന്നു. ഇനി വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? അത് ഒരുമയാണ്. ഒരുമ 2006 അത് വന്നത്. ഒരുമയാണ് സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിന്റെ പൂർണ്ണ രൂപം ചോദിക്കുകയാണ് പറഞ്ഞാൽ ഓപ്പൺ റിസോഴ്സ് ആൻഡ് യൂട്ടിലിറ്റി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്നതാണ്. നമ്മുടെ കേരളത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? പാലക്കാടാണ്. ഇങ്ങനെ ഈ ജില്ലയെ പ്രഖ്യാപിച്ചത് 2010 ഫെബ്രുവരി 16 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം അല്ലെങ്കിൽ സിറ്റി ഒക്കെ ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. 1929 അത്. കേരളത്തിലെ വൈദ്യുതി മേഖല നിയന്ത്രിക്കുന്ന സ്വതന്ത്ര സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിയമം 1998 പ്രകാരം 2002 രൂപവത്കരിച്ചതാണിത്. നിലവിൽ ഇലക്ട്രിസിറ്റി 2003 പ്രകാരം ഇപ്പോഴും അത് പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വെള്ളിയമ്പലമാണ്. അപ്പൊ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലെ കൃഷി രീതികളെ കുറിച്ച് നോക്കാം. നമുക്കറിയാലേ നമ്മുടെ കേരളത്തിലെ കൃഷി രീതികളെ തന്നെ, അല്ലെ നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയെ തന്നെ നമ്മൾ പല രീതിയിലായി തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ ഈ 3 ഭാഗത്തുള്ള കൃഷി രീതികൾ എന്ന് പറയുന്നത്, അല്ലെ കൃഷികൾ എന്ന് പറയുന്നത് തന്നെ വ്യത്യാസമാണ്. അല്ലെ ഓരോ ഭാഗത്തുള്ള കൃഷികളും എന്താണ്? വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ്? ഓരോ കൃഷിക്കും അതിൻ്റെതായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ജൈവഗൃഹം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് ഈ ജൈവഗൃഹം പദ്ധതി? കാർഷിക വിളകൾക്കൊപ്പം മൃഗപരിപാലനം, മത്സ്യം, കൂണ്, തേനീച്ച, ജൈവ മാലിന്യ നിർമ്മാർജ്ജനം, ജലസംരക്ഷണം എന്നിവ സംയോജിപ്പിച്ച് സുസ്ഥിര കൃഷി വികസനത്തിനായി കേരള സർക്കാർ രൂപവത്കരിച്ച പദ്ധതിയാണ് ജൈവഗൃഹം എന്ന് പറയുന്നത്. പ്രളയവും മണ്ണിടിച്ചിലും പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മൂലം പ്രതിസന്ധിയിലായ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ വയനാട്, ഇടുക്കി ജില്ലകൾക്ക് ഊന്നൽ നൽകി നടപ്പിലാക്കിയ പദ്ധതിയാണ് ജൈവഗൃഹം പദ്ധതി. കർഷകന് കുറഞ്ഞ ഭൂമിയിൽ നിന്ന് പരമാവധി ആദായം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഇനി എന്താണ് മാറ്റകൃഷി എന്ന് പറയുന്നത്? മനുഷ്യൻ കാർഷിക വൃത്തി ആരംഭിച്ച കാലം തൊട്ടിട്ട് എങ്ങനെയാണ് ഈ മാറ്റകൃഷി എന്ന് പറയുന്നത് നിലവിലുള്ളതാണ്. കേരളത്തിലെ മലയോര ആദിവാസി മേഖലയിൽ പുരാതന കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന മാറ്റകൃഷി രീതിയാണ് വെട്ടിച്ചൂട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിരുന്ന ജൂമിംഗ് എന്ന പരമ്പരാഗത മാറ്റകൃഷി രീതിയോട് സാമ്യമുള്ള രീതിയാണ് നമ്മുടെ നാട്ടിലെ മാറ്റകൃഷി എന്ന് പറയുന്നത്. വനഭൂമിയിലെ മരങ്ങൾ വെട്ടിമാറ്റിയ ശേഷം അവ ഉണക്കി തീ കൊളുത്തി അതിന്റെ ചാരം വളമാക്കി ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നുള്ളത് ഈ കൃഷിയുടെ ഒരു ഭാഗമാണ്. കുറച്ചു കാലത്തെ കൃഷിക്ക് ശേഷം ആ മണ്ണിന്റെ ഫലപുഷ്ടത കുറയുകയും കളകളുടെ ശല്യം കൂടുകയും ചെയ്യുമ്പോൾ കർഷകൻ ഈ കൃഷിയിടം ഉപേക്ഷിച്ചിട്ട് പുതിയ വനപ്രദേശത്തേക്ക് മാറി ഇതേ രീതി തുടരുന്നതിനെയാണ് മാറ്റകൃഷി എന്ന് പറയുന്നത്. ഇനി എന്താണ് മടനെൽ കൃഷി എന്ന് പറയുന്നത്? ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലും വയലുകളിലും കണ്ടുവരുന്ന ഒരു പരമ്പരാഗത രീതിയായിട്ടാണ് കാണപ്പെടുന്നത്. കേരളത്തിലെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഈ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. സാധാരണ നെൽകൃഷിയിൽ നിന്ന് വ്യത്യാസമായിട്ട് വെള്ളം കെട്ടി നിർത്തിക്കൊണ്ടാണ് ഈ രീതി അവലംബിക്കുന്നത്. ഏത്? മടനെൽകൃഷി എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഏറെ അനുയോജ്യമായ ഒന്നാണിത്. മഴയെ ആശ്രയിച്ചും കനാലുകളിലൂടെയും മറ്റു ജലസേചന മാർഗങ്ങളിലൂടെയും വെള്ളം പാടത്തേക്ക് എത്തിച്ചിട്ടാണ് ഈ കൃഷി നടത്തുന്നത്. ഈ രീതിയിൽ നെല്ലിന് വളരാൻ ആവശ്യമായ വെള്ളം നിരന്തരം ലഭിക്കുകയും കളകളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ജലസംരക്ഷണത്തിനും പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിനും ഈ പരമ്പരാഗത രീതിയിൽ വലിയ പങ്കാണുള്ളത്. ഇനി എന്താണ് കോൾ നിലയങ്ങൾ എന്ന് പറയുന്നത്? തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കോൾ നിലയങ്ങൾ കേരളത്തിന്റെ കാർഷിക ഭൂപടത്തിൽ ഒരു സവിശേഷ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ പാടങ്ങൾ പ്രകൃതിയുടെ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് നൂറ്റാണ്ടുകളായി കാർഷിക കേരളത്തിന് മികച്ച വിളവ് നൽകുന്ന ഒന്നുകൂടിയാണ്. സാധാരണ നെൽകൃഷിയിൽ നിന്ന് വ്യത്യസ്തമായി മഴക്കാലത്ത് വെള്ളം കയറി കിടക്കുന്ന കോൾപ്പാടങ്ങളിൽ മൺസൂൺ പിൻവാങ്ങുന്നതോടെയാണ് ഈ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നത്? കൃഷി ആരംഭിക്കുന്നത്. നെൽകൃഷിക്ക് പുറമെ തന്നെ മത്സ്യകൃഷി, താമര കൃഷി, താറാവ് വളർത്തൽ, പച്ചക്കറി കൃഷി എന്നിവയുടെ നിർമ്മാണത്തിന് കോൾ നിലയങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. ഈ കോൾ നിലയം എന്ന് പറയുന്നത് അനേകം ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്.
ഇനി എന്താണ് സ്ഥിര കൃഷി രീതികൾ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണയായിട്ട് ഭൂരിഭാഗം കർഷകരും തുടരുന്ന ഒന്നാണ് ഈ രീതി എന്ന് പറയുന്നത്. ഒരേ സ്ഥലത്ത് തുടർച്ചയായി കൃഷി നടത്തുന്ന രീതിയാണിത്. ഉദാഹരണം തെങ്ങ് കൃഷി, മലയോര മേഖലയിലെ ഹൈ റേഞ്ച് പ്രദേശം പ്രധാന തോട്ടവിളയായി കൃഷി ചെയ്യുന്ന റബ്ബർ, അതുപോലെ തന്നെ ഇതേ മേഖലകളിൽ തന്നെ കാപ്പി, തേയില, ഏലം, കുരുമുളക് അങ്ങനെയുള്ള തോട്ടവിളകൾ, അതുപോലെ കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗ വിളകളും പച്ചക്കറി കൃഷികളും കേരളത്തിലെ പ്രധാന സ്ഥിര കൃഷി രീതികളിൽ പെടുന്നതാണ്. ഇനി എന്താണ് പൊക്കാളി കൃഷി എന്ന് പറയുന്നത്? ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലയിലെ ഓരുവെള്ളം കയറുന്ന പാടങ്ങളിലേക്ക് പ്രകൃതിയോട് ഇണങ്ങി ചെയ്യുന്ന നെൽകൃഷി രീതിയാണ് പൊക്കാളി കൃഷി എന്ന് പറയുന്നത്. ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ കഴിവുള്ള നെല്ലിനമാണ് ഇവിടെ അവർ ഉപയോഗിക്കുന്നത്. ഈ നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള ഈ ജൈവ കൃഷി രീതിക്ക് 2008 ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ചൂട്ടുപൊക്കാളി, ചെട്ടിവിരിപ്പ്, ഓർപാണ്ടി, ചെറുവിരിപ്പ്, കുറുവ, ആനക്കോടൻ, എരവ പാണ്ടി എന്നിവയാണ് പൊക്കാളി കൃഷിക്ക് ഉപയോഗിക്കുന്ന പരമ്പരാഗത നെല്ലിനങ്ങൾ എന്ന് പറയുന്നത്. കൊയ്ത്തിന് ശേഷം നവംബർ മുതൽ ഏപ്രിൽ വരെ അതേ പാടങ്ങളിൽ ചെമ്മീൻ കെട്ടോ അവർ നടത്താറുണ്ട്. ചെമ്മീനുകൾക്ക് പാടത്തെ ജൈവാംശം ഭക്ഷണമാക്കുന്നതിലൂടെ പ്രത്യേകിച്ച് തീറ്റ നൽകേണ്ടി വരുന്നില്ല. ഇനി എന്താണ് കരനെൽ കൃഷി എന്ന് പറയുന്നത്? കേരളത്തിന്റെ വയലുകളിൽ വെള്ളം കെട്ടി നിർത്തി ചെയ്യുന്ന സാധാരണ നെൽകൃഷിയിൽ നിന്ന് വ്യത്യസ്തമായി പറമ്പുകൾ, ചെരിഞ്ഞ ഭൂമികൾ, മലയോരങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ കരനെൽ കൃഷി ചെയ്തു വരുന്നത്. ഇനി നമ്മുടെ ആധുനിക കൃഷി രീതികളും കൂടി നോക്കാം. പ്രിസിഷൻ ഫാമിംഗ്. എന്താണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ഈ വിവര സാങ്കേതിക വിദ്യയുടെയും ഡാറ്റയുടെയൊക്കെ സഹായത്തോടെ ഓരോ ചെടിക്കും ആവശ്യമുള്ള അളവിൽ മാത്രം വെള്ളവും വളവും കീടനാശിനി നൽകുന്ന രീതിയാണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ GPS, GIS സാങ്കേതിക വിദ്യകൾ, ഡ്രോണുകൾ, സെൻസറുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് മണ്ണിന്റെയും വിളകളുടെയും ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇതുവഴി വിഭവങ്ങൾ പാഴാക്കുന്നത് കുറയ്ക്കാനും ഉയർന്ന വിളവ് നേടാനും സഹായിക്കും ഈ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ. ഇനി എന്താണ് പോളി ഹൗസ് കൃഷി എന്ന് പറയുന്നത്? മാറി വരുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ പരിമിതമായ ഭൂമിയിൽ നിന്ന് പോലും പരമാവധി വിളവ് നേടുന്നതിനുള്ള നവീന കൃഷി രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. ഗ്രീൻ ഹൗസ് എന്നും ഈ പോളി ഹൗസ് ഫാമിംഗ് അറിയപ്പെടുന്നുണ്ട്. പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കൂടാരങ്ങൾക്കുള്ളിൽ ചെടികൾ അനുയോജ്യമായ കൃത്രിമ കാലാവസ്ഥ സൃഷ്ടിച്ചിട്ടാണ് ഈ കൃഷി നടത്തുന്നത്. ഇനി എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ്? കൃഷി ചെയ്യാൻ സ്ഥലപരിമിതികൾ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ലംബ കൃഷി രീതി. വിളകൾ ലംബമായി അടുക്കി വളർത്തുന്ന കാർഷിക കൃഷി രീതിയാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്? മണ്ണില്ലാതെ പോഷകഘടകങ്ങൾ അടങ്ങിയ വെള്ളം ഉപയോഗിച്ച് സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ചെടികൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും വെള്ളത്തിൽ ലയിപ്പിച്ച് നൽകുന്നു. ഇതിലൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മണ്ണില്ലാത്ത കൃഷി രീതി ഏതാണ് എന്ന് ചോദിച്ചിട്ട് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ട നിലമൊരുക്കൽ, കളകൾ പറിച്ചുമാറ്റൽ, ചെടികൾക്ക് വെള്ളവും വളം നൽകൽ, ഇടവിളകൾ എന്നിവ ഹൈഡ്രോപോണിക്സിൽ ഒഴിവാക്കാൻ ആകും. അടുത്തത് അക്വാപോണിക്സ്. മത്സ്യം വളർത്തലും ഹൈഡ്രോപോണിക്സും സംയോജിപ്പിച്ച ഒരു സുസ്ഥിര കൃഷി രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്വാപോണിക്സ് എന്ന് പറയുന്നത്. മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കിലെ വെള്ളം ഉപയോഗിച്ച് ചെടികളെ വളർത്തുന്നതാണ് ഇതിലെ രീതി എന്ന് പറയുന്നത്. ഈ മത്സ്യങ്ങളെ വിസർജ്യമാണ് ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങളുടെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത്. ഇനി മത്സ്യവിസർജനത്തിലെ അമോണിയ ബാക്ടീരിയകളുടെ സഹായത്തോടെ നൈട്രേറ്റ് ആയി മാറുകയും ഇത് ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലാവുകയും ചെയ്യും അക്വാപോണിക്സിൽ. ഇനി എന്താണ് എയ്റോപോണിക്സ് എന്ന് പറയുന്നത്? മണ്ണില്ലാതെ വായു, സൂര്യപ്രകാശം, വെള്ളം എന്നിവ കൊണ്ട് മാത്രം സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ്. പില്ലർ മാതൃകയിലുള്ള കൃഷി രീതിയാണിത്. പൂർണ്ണമായും UV ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഷെഡിന്റെ ഉള്ളിലാണ് എയ്റോപോണിക്സ് കൃഷി കൂടുതൽ സാധ്യമാവുക. ഇതിൽ ഒരു വിധത്തിലുള്ള കീടങ്ങളുടെ ആക്രമണവും ഉണ്ടാവാറില്ല. ഇനി എന്താണ് ബയോടെക്നോളജി അധിഷ്ഠിത കൃഷി എന്ന് പറയുന്നത്? ബയോടെക്നോളജിയുടെ സഹായത്തോടെ ജനിതക മാറ്റം വളർത്തിയ വിളകൾ, ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ, രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനം എന്നിവ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. സസ്യങ്ങളുടെ ജനിതഘടനയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ വിളവ് വർദ്ധിപ്പിക്കാനും രോഗങ്ങളും കീടങ്ങൾക്കുമെതിരായ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ഈ ടെക്നോളജി അധിഷ്ഠിത കൃഷി സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ജൈവ കൃഷി എന്ന് പറയുന്നത്? പ്രകൃതിദത്തമായ രീതികളിലൂടെ ഭൂമിയുടെ സൗഹൃദം നിലനിർത്തിക്കൊണ്ടുള്ള കൃഷി പരിപാലന രീതിയാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. രാസവളങ്ങളും കീടനാശിനികളും ഒഴിവാക്കുന്നതിലൂടെ മണ്ണിന്റെ സ്വാഭാവിക ആരോഗ്യം നിലനിർത്തുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിൽ ഉൽപാദനം നടത്താനും ഇതിലൂടെ കഴിയും. സുഭിക്ഷ കേരളം പദ്ധതി, ജൈവഗ്രാമം പദ്ധതി, വിഷരഹിത പദ്ധതി,
എന്നിവയെല്ലാം കേരളത്തിലെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഏതൊക്കെയാണ്? സുഭിക്ഷ കേരളം, ജൈവഗ്രാമം, വിഷരഹിത പദ്ധതി എന്നിവ. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം. കാർഷിക മേഖലയിലെ ജോലികൾ എളുപ്പമാക്കാനും വേഗത്തിലാക്കാനും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ യന്ത്രവൽക്കരണം എന്ന് പറയുന്നത്. ട്രാക്ടറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ, നടീൽ യന്ത്രങ്ങൾ, കളപറിക്കുന്ന യന്ത്രങ്ങൾ, ആധുനിക ഡ്രോണുകൾ എന്നിവയെല്ലാം ഈ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തുന്നു. ഇവ കൃഷിരീതിയെ കൂടുതൽ എളുപ്പമാക്കുന്നതും അതുപോലെ വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് മനുഷ്യ അവകാശം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മനുഷ്യാവകാശം. നമുക്ക് നോക്കാം. എന്താണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ? ജാതി, മതം, ലിംഗം, നിറം എന്നിവിധ ഒരു വിവേചനമില്ലാതെ ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും സമത്വത്തിനും സംരക്ഷണം നൽകുന്നതാണ് ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. സമത്വം നൽകുക അല്ലെങ്കിൽ സംരക്ഷണം നൽകുക, അതെല്ലാമാണ് ഈ മനുഷ്യാവകാശം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു, അവർ ബുദ്ധിയിലും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇതാണ് നിർവചനം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണിത്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതും അസംബ്ലി അത് അംഗീകരിച്ചതും 1948 ഡിസംബർ 10-നാണ്. അതിന്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഖ്യാപനം 1948 ഡിസംബർ 10 അപ്പൊ എന്താണ് ഈ അവകാശ പത്രിക എന്ന് പറയുന്നത്? ഓരോ രാജ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പട്ടിക എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ അവകാശ പത്രിക എന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക കാലത്തെ അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലക്കാണ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്നതോ അന്താരാഷ്ട്ര ഉടമ്പടി ഉൾക്കൊള്ളുന്നതോ ആയ അവകാശങ്ങളാണ് ഈ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ അവകാശം, സ്ത്രീകളുടെ അവകാശം തുടങ്ങിയവർക്ക് മനുഷ്യാവകാശങ്ങളോടൊപ്പം പ്രത്യേക പരിഗണന കൂടി നൽകിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മനുഷ്യാവകാശ സംഘടനകളെ നോക്കാം. ദേശീയ തലത്തിലുള്ള സംഘടനയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, സിറ്റിസൺസ് ഫോർ ഡെമോക്രസി, പീപ്പിൾ യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അന്താരാഷ്ട്ര സംഘടനകളെ നമുക്ക് നോക്കാം. ഏഷ്യ വാച്ച്, UN വാച്ച്, ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ് വാച്ച്, ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മൂവ്മെന്റ്, ഗ്ലോബൽ റൈറ്റ്സ് എന്നിവയെല്ലാം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളാണ്. എന്താണ് ഈ ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ? അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധമായ വായു, ജലം, പോഷകാഹാരം എന്നിവയോടെ ജീവിക്കാനുള്ള അവകാശമാണത്. നമ്മുടെ ഇന്ത്യയിൽ ഇതിനു വേണ്ടിയിട്ട് കുറേ പദ്ധതികളും നടപടിക്രമങ്ങളും അതുപോലെ സംഘടനകളുടെ രൂപീകരണം എല്ലാം നടന്നിട്ടുണ്ട്. 1993 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കലാണ് നമ്മുടെ ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ സംഘടനകളുടെ ചുമതല എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത്. 1993 സെപ്റ്റംബർ 28-ന് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നു. തെറ്റിപ്പോകരുത്, ഞാൻ വീണ്ടും പറഞ്ഞതാണ്. 1993 ഒക്ടോബർ 12-ന് കമ്മീഷൻ പാസ്സായി. ഇതിൽ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങൾ ഉണ്ടാവും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇപ്പോഴത്തെ ജസ്റ്റിസ് വി സുബ്രഹ്മണ്യ അയ്യരാണ് നിലവിലെ ചെയർമാൻ പറയുന്നത്. ഈ ചെയർമാനെ കൂടാതെ ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി, ഒരു റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അറിവും പരിചയവുമുള്ള 3 അംഗങ്ങൾ, അതിലൊരാൾ സ്ത്രീയോ ആയിരിക്കണം എന്നൊക്കെയാണ് ഈ 2019 ഭേദഗതിയിലൂടെ ഇത് പറയുന്നത്. ഇത് കൂടാതെ ഒരു 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കൂടി ഉണ്ടാവും. അതാരൊക്കെയായിരുന്നു? ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർപേഴ്സൺമാർ
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളും ആണ് ഇവരെല്ലാം. ഈ ചെയർമാനൊക്കെ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. പണ്ട് ഇത് സർദാർ പട്ടേൽ ഭവൻ ആയിരുന്നു, അപ്പോൾ മാനവ് അധികാർ ഭവനായി. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. പ്രധാനമന്ത്രി, അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ഈ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഈ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ പരാതികളുമേല് അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശിക്കുക, പിന്നെ ഈ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, ഇതുപോലെയുള്ള സംഘടനകളെ, മനുഷ്യാവകാശ സംഘടനകളെ പരിപോഷിപ്പിക്കുക, അതിൽ ഗവേഷണം നടത്തുക, ഈ ഇന്ത്യയിലെ പൗരന്മാരെ ഈ മനുഷ്യാവകാശത്തെ കുറിച്ചിട്ടും അതിന്റെ സംരക്ഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷന്റെ പങ്കിനെ കുറിച്ചും ബോധ്യവൽക്കരിപ്പിക്കുക എന്നിവയെല്ലാം എന്തിന്റെ ചുമതലയാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ രൂപം നൽകിയിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴിൽ അതത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഘടകമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നപ്പോഴാണ്. ഡിസംബർ 11, ഡേറ്റ് തെറ്റരുത്, 1998. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു ചെയർമാൻ, 2 അംഗങ്ങൾ. നേരത്തെ നമ്മൾ ചെയർമാൻ ഉൾപ്പെടെ ഒരു 6 അംഗത്തിന്റെ പറഞ്ഞു, കൂടാതെ ഒരു എക്സ്ട്രാ 7 അംഗത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്നു. ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ളതും നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് സെയിം ആണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയെയാണ് ഇവർ ചെയർമാനായി നിയമിക്കുന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീതി പിള്ളയാണ്. നിലവിലെ അലക്സാണ്ടർ തോമസ് ആണ്. ഇവന്റെ എല്ലാം ചുമതല എന്ന് പറയുന്നത് 2 പേരുടെ എന്താണ്? സെയിം ആണ്. ഇനി 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഭേദഗതികൾ കൂടി നമുക്ക് നോക്കാം. ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2006-ലും 2019-ലും എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാന ഭേദഗതി എന്ന് പറയുന്നത് 2019-ലാണ്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആകാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി മാറ്റിയത് 2019-ലേതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആകാനുള്ള യോഗ്യത മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ 3 പേരുണ്ടാകണം, അതിലൊരാൾ വനിതയാകണം എന്ന് നിർദ്ദേശിച്ചത് ഈ 2019-ലെയാണ്. ഇത് പ്രകാരമാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 6 പേരായി മാറ്റിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളോടൊപ്പം എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം 7 ആക്കിയതും 2019-ലെ ഭേദഗതിയിലൂടെയാണ്. ദേശീയ സംസ്ഥാന തലങ്ങളിലെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 3 വർഷമായി കുറച്ചു. അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ അവരെ ഗവൺമെന്റിന് വീണ്ടും നിയമിക്കാൻ കഴിയുമെന്നെല്ലാം ആക്കിയത് 2019-ലെ ഭേദഗതികളിലൂടെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മനുഷ്യാവകാശത്തെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ളത്. അടുത്ത് നമുക്ക് അതുപോലെ ഒന്നാണ് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത്. ഏതൊരു ഭൗതിക അളവ് നിർണ്ണയിക്കുന്നതിനായി അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട അടിസ്ഥാന സൂചകങ്ങളാണ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ വിവിധ രാജ്യങ്ങളിൽ അളവുകൾക്കായി വ്യത്യസ്തമായ വ്യവസ്ഥകളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. CGS അതായത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, അതുപോലെ MKS മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, FPS ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നിവയെല്ലാമാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് തദ്ദേശീയമായി ഉപയോഗിക്കുന്ന യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓഫ് യൂണിറ്റ്സ് ആണ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. 1971-ലെ അളവുകളുടെയും തൂക്കങ്ങളുടെയും അന്താരാഷ്ട്ര പൊതു സമ്മേളനത്തിൽ വികസിപ്പിച്ചെടുത്ത് ശുപാർശ ചെയ്താണ് SI യൂണിറ്റ്. SI സമ്പ്രദായത്തിലെ 7 അടിസ്ഥാന യൂണിറ്റുകളാണുള്ളത്. അടിസ്ഥാന അളവ് എന്ന് പറയുന്നത് നീളം, പിണ്ഡം, സമയം, താപനില, വൈദ്യുത പ്രവാഹ തീവ്രത,
പ്രകാശ തീവ്രത, പദാർത്ഥങ്ങളുടെ അളവ്. അല്ല, അടിസ്ഥാന SI യൂണിറ്റുകൾ നോക്കാം. നീളത്തിന് നമ്മൾ മീറ്റർ ഉപയോഗിക്കും, നീളത്തിന് മീറ്റർ. അതുപോലെ തന്നെ പിണ്ഡത്തിന് നമ്മൾ ഏതാ ഉപയോഗിക്കുക? kg, കിലോഗ്രാം ആണ് ഉപയോഗിക്കുക. സമയത്തിന് സെക്കൻഡ്, അതുപോലെ സമയത്തിന് സെക്കൻഡ്. താപനിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? അടിസ്ഥാന SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്ക് ആംബിയർ ആണ് യൂസ് ചെയ്യുന്നത്. പ്രകാശ തീവ്രതയ്ക്ക് കാൻഡിലയാണ് യൂസ് ചെയ്യുന്നത്. പദാർത്ഥത്തിന്റെ അളവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? മോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നീളത്തെ കുറിച്ച് നോക്കാം. നീളം അളക്കുന്നതിൽ ലോക വ്യാപകമായി അംഗീകരിച്ചിട്ടുള്ള അടിസ്ഥാന യൂണിറ്റ് എന്താണ്? അത് മീറ്റർ ആണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. എങ്കിലും ഇത് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തന്നെ അതിൻ്റെ ചെറിയ യൂണിറ്റുകളായ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ എന്നിവ വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ വലിയ ദൂരം അളക്കേണ്ടി വരുമ്പോൾ കിലോമീറ്റർ ഉപയോഗിച്ച് വരുന്നു. കിലോമീറ്റർ. ഇനി ഭൂമിയിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നേരിട്ട് അളക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത്തരം ദൂരങ്ങൾ നിർണ്ണയിക്കാനുള്ള ഒരു പ്രധാന മാർഗമാണ് ലംബന രീതി എന്ന് പറയുന്നത്. പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാരാലിറ്റിക് സെക്കൻഡ് അഥവാ പാസക് എന്നിവയും ഉപയോഗിച്ചു വരുന്നു. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റായി പരിഗണിക്കുന്നത്. ഏകദേശം 15 കോടി കിലോമീറ്ററുമാണ് ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത്. പാർസക് എന്നത് 3.26 പ്രകാശ വർഷമാണ്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസ് അളക്കുന്നതിന് അടിസ്ഥാന യൂണിറ്റായ കിലോഗ്രാം കൂടാതെ ചെറുതും വലുതുമായ മറ്റ് ചില യൂണിറ്റുകൾ കൂടി ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മില്ലിഗ്രാം, ഗ്രാം, കിൻഡൽ, ടണ്ണ് എന്നിവയെല്ലാം നമ്മൾ ഈ മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അളവുകൾ തന്നെയാണ്. അളവ് തൂക്കങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര കാര്യാലയമായ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള കിലോഗ്രാം എന്ന യൂണിറ്റിന്റെ മാതൃകകൾ മിക്ക രാജ്യങ്ങളും സൂക്ഷിച്ചിട്ടുണ്ടാവും. പ്ലാറ്റിനം, ഇരീഡിയം എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സിലിണ്ടറിന്റെ മാസ് ആണ് 1 കിലോഗ്രാം. ഇതുപോലെ ഒരു മാതൃക ഇന്ത്യയിൽ ന്യൂഡൽഹിയിലെ നാഷണൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിട്ടുണ്ട്. ആറ്റം, തന്മാത്ര തുടങ്ങിയവയുടെ മാസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് യൂണിഫൈഡ് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സമയം. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. നമ്മൾ എസ് എന്നാണ് ഇതിനെ പ്രതീകമായിട്ട് യൂസ് ചെയ്യുക. ഒരു ദിവസത്തിൽ 24 ഒരു മണിക്കൂറായും അതിലെ 60 ഒരു മിനിറ്റായും അതിൻ്റെ 60 ഒരു സെക്കൻഡായിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കാറില്ലേ, അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ സമയത്തെ നിർവചിക്കുന്നത്. അത് പ്രകാരം സെക്കൻഡ് എന്നത് ഒരു ദിവസത്തിൻ്റെ 86,400 ഒരു ഭാഗമാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇതിന് കൃത്യത പോരെന്നും വന്നു. നിലവിലുള്ള നിർവചനം ഏറെ സൂക്ഷ്മതയും കൃത്യവുമുള്ള ആറ്റോമിക് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. ഇനി ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആറ്റോമിക് സീസിയം ക്ലോക്കുകളാണ് ഇന്ത്യൻ സമയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സമയം, ആവൃത്തി തുടങ്ങിയവയുടെ യൂണിറ്റുകളുടെ പരിപാലനവും മെച്ചപ്പെടുത്തലും ഇന്ത്യൻ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. അടുത്തത് കെൽവിൻ. താപനില അളക്കുന്ന 3 സാധാരണ സ്കെയിലുകളാണ് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ എന്നിവ. ഇതിൽ കെൽവിൻ ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. ജലത്തിന്റെ ട്രിപ്പിൾ പോയിന്റിലെ താപഗതിക താപനിലയുടെ 1/273.16 ഭാഗത്തെ ഒരു കെൽവിൻ എന്ന് പറയുന്നു. കെൽവിൻ സ്കെയിലിലെ 0 കേവല 0 അഥവാ കേവല ശൂന്യ താപനില എന്നാണ് പറയുന്നത്. പിന്നെ ആംബിയർ നമ്മൾ എന്താണ് പറഞ്ഞത്? വൈദ്യുത പ്രവാഹത്തിന്റെ
SI അളവാണെന്ന് പറഞ്ഞു അല്ലെ. 1 മീറ്റർ അകലത്തിൽ ശൂന്യതയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തമായി നീളമുള്ളതും നിസാര ഛേദതല പരപ്പളവുള്ളതുമായ 2 സമാന്തര വൈദ്യുതി കമ്പികളിൽ കൂടി തുല്യ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവയുടെ ഓരോ മീറ്റർ നീളത്തിലും അനുഭവപ്പെടുന്ന ബലം 2 × 10⁻⁷ N ആണെങ്കിൽ വൈദ്യുതിയുടെ അളവ് 1 ആംപിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് കാൻഡല. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ആണ് കാൻഡല എന്ന് പറയുന്നത്. ഒരു സ്രോതസ്സിൽ നിന്നും ഉത്സർജിക്കുന്ന 540 × 10⁻12 ആവൃത്തിയുള്ള ഏക വർണ്ണവികിരണത്തിന്റെ പ്രകാശ തീവ്രത ഒരു പ്രത്യേക ദിശയിൽ 1/683 വാട്ട് സ്റ്റീറേഡിയൻ ആണെങ്കിൽ ആ ദിശയിൽ പ്രകാശ തീവ്രതയിലെ കാൻഡല എന്ന് പറയുന്നു. ആ ദിശയിലെ പ്രകാശ തീവ്രതയെ കാൻഡല എന്ന് പറയുന്നു. അടുത്തത് മോൾ. പദാർത്ഥത്തിന്റെ അളവിന്റെ യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. 0.012 കിലോഗ്രാം കാർബൺ 12 ഐസോടോപ്പിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യമായ പദാർത്ഥത്തിന്റെ അടിസ്ഥാനങ്ങളുടെ അളവാണ് മോൾ എന്ന് പറയുന്നത്. ഇനി SI യൂണിറ്റ് നടപ്പിലാക്കാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായ SI യൂണിറ്റ് അംഗീകരിക്കാത്ത 3 രാജ്യങ്ങളാണുള്ളത്. അമേരിക്കൻ ഐക്യനാടുകൾ, നൈജീരിയ, മ്യാൻമർ എന്നിവയാണവ. എന്താണ് വ്യുത്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്? അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണിവ. ഉദാഹരണം സാന്ദ്രത, വ്യാപ്തം എന്നിവയാണവ. അടുത്ത ആരോഗ്യക്ഷേമ പദ്ധതികൾ. നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യക്ഷേമ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ വയോജനങ്ങൾക്കായിട്ടും സ്ത്രീകൾക്കായിട്ടും കുട്ടികൾക്കായിട്ടും ഭിന്നശേഷിക്കാർക്കായിട്ടും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടും എല്ലാം, അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കോ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവിധ തരം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വയോജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളാണ് എൽഡർ ലൈൻ എന്നതും എൽഡർ ലൈൻ, വയോരക്ഷ, സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ്, വയോമധുരം എന്നിവ. എൽഡർ ലൈൻ എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരന്മാർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും 145667 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കപ്പെടാവുന്നതാണ്. അതാണ് എൽഡർ ലൈൻ എന്ന് പറയുന്നത്. 145667 എന്നാണ്. വയോരക്ഷ. സാമൂഹിക, സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്നതാണ് ഈ വയോരക്ഷ എന്ന് പറയുന്നത്. എന്നാണ് സെക്കൻഡ് ഇന്നിംഗ് ഹോം പ്രൊജക്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന 16 വൃദ്ധസദനങ്ങളെ വയോജന സൗഹൃദമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടി മെച്ചപ്പെട്ട സേവനം താമസക്കാർക്കും സ്ഥാപനത്തിന്റെ ചുറ്റളവിലെ വയോജനങ്ങൾക്കും ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിംഗ് ഹോംസ് എന്ന് പറയുന്നത്. എന്നാണ് വയോമധുരം. BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് വയോമധുരം. ഇനി നമ്മുടെ കേരളത്തിലെ വയോജന കമ്മീഷൻ നിയമം 2025 60 വയസ്സ് പൂർത്തിയായവരെ മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നു. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപവൽക്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. 2025 മാർച്ച് 19 കേരള വയോജന കമ്മീഷൻ നിയമസഭ പാസാക്കി. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം കേരള സർക്കാർ കൊണ്ടുവന്നത്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള സംസ്ഥാന നയം പ്രഖ്യാപിച്ചത് 2013 അപ്പോൾ കേരള വയോജന കമ്മീഷൻ നിയമം 2025 ഇനി മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ചുള്ള കേരള സർക്കാർ നിയമം കൊണ്ടുവന്നത് 2007 മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള സംസ്ഥാന നയം പ്രഖ്യാപിച്ചത് 2013 ഇനി വനിതാ ശിശു വികസന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഭയകിരണം. നിരാലംബരായ വിധവകൾക്ക് സംരക്ഷണവും അഭയവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. അടുത്തത് ധീര. അതിക്രമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വനിതകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ പരിശീലനം നൽകുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് ധീര. എന്താണ് പൊൻവാക്ക്? ശൈശവ വിവാഹം തടയാൻ വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. കാതോർത്ത്. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് കാതോർത്ത് എന്ന് പറയുന്നത്. അടുത്തത് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതി പരിണയം പദ്ധതി. ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും
ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ പരിണയം എന്ന് പറയുന്നത്. ഒറ്റ തവണ ധനസഹായമായിട്ട് 30,000 രൂപയാണ് ഇവർ വിതരണം ചെയ്യുന്നത്. അടുത്തത് വിജയാമൃതം പദ്ധതി. വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ച ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ കോഴ്സ്, ബിരുദാനന്തര ബിരുദം, PGക്ക് തുല്യമായ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്നത്. ഇത് ക്യാഷ് അവാർഡ് ആർക്കാണ് നൽകുന്നത്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് വിജയാമൃതം. വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവർക്ക് ഡിഗ്രി നേടുന്നവർക്ക് അല്ലെങ്കിൽ PG നേടുന്നവർക്ക് കോഴ്സ് അങ്ങനെയെല്ലാം പൂർത്തിയാക്കുന്നവർക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ്. അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണിത്. 1,00,000 രൂപ വരെ വാർഷിക ചികിത്സ ചെലവ് നൽകുന്നു. പദ്ധതിയിൽ ചേരുന്നതിന് BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടക്കണം. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതി കാലാവധി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ട്രാൻസ്ജെൻഡറുകൾക്കായുള്ള പദ്ധതികൾ നോക്കാം. ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് 2015 സമന്വയ പദ്ധതി. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നതാണിത്. സാകല്യം പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തമായി ജീവിക്കുന്നതിന് സന്ദർഭം ഒരുക്കുന്നതാണിത്. സാമൂഹിക പ്രതിരോധ പദ്ധതികൾ. കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തെ മോചിപ്പിക്കാനും കുറ്റകൃത്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനും വിവിധ സർക്കാരിതര സഹായത്തോടെയുള്ള ഇടപെടലാണ് സാമൂഹിക പ്രതിരോധം അഥവാ സോഷ്യൽ ഡിഫൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ജീവനം പദ്ധതി എന്ന് പറയുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് പറ്റിയവരുടെയും പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം. അടുത്തത് തണലിടം പ്രൊബേഷണൽ ഹോം. കുടുംബമോ ബന്ധു മിത്രാദികളോ ഏറ്റെടുക്കാൻ തയ്യാറാക്കാത്ത പ്രൊബേഷണർമാർ, മുൻ തടവുകാർ, കേസിൽപ്പെട്ട് താമസിക്കാൻ ഇടമില്ലാത്ത വിചാരണ നേരിടുന്നവർ, ജയിലിൽ നിന്ന് വിവിധ അവധികൾക്കായി പുറത്തിറങ്ങുന്നവർ തുടങ്ങിയവരെ സമൂഹത്തിലേക്ക് പുനരധിവസിപ്പിക്കാൻ സാധിക്കുന്നതുവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടക്കാല സംരക്ഷണ കേന്ദ്രമാണ് തണലിടം പ്രൊബേഷണൽ ഹോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനെ കുറിച്ച് കൂടെ നോക്കാം. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിരാലംബർ, ദരിദ്രർ, പ്രായമായവർ, കുട്ടികൾ, സ്ത്രീകൾ, വിട്ടുമാറാത്ത ക്യാൻസർ രോഗങ്ങൾ, മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് സേവനവും പിന്തുണയും നൽകുന്നു. 2008 ഒക്ടോബർ 14 സ്ഥാപിതമായതാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ. ആസ്ഥാനം തിരുവനന്തപുരമാണ്. സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ് മിഷന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികൾ നോക്കാം. വയോമിത്രം പദ്ധതി. സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണിത് വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവരെയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അടുത്തത് സമാശ്വാസം പദ്ധതി. ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾ, വൃക്ക, കരൾ മാറ്റിവെക്കൽ എന്നിവയ്ക്ക് വിധേയമായവർ, ഹീമോഫീലിയ രോഗികൾ, അരിവാൾ രോഗികൾ തുടങ്ങിയവർക്ക് ധനസഹായം നൽകുന്നതാണ് സമാശ്വാസം പദ്ധതി. അടുത്ത സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മയാകുന്ന ചൂഷണത്തിനിരയായ സ്ത്രീകൾക്ക് 60 വയസ്സ് വരെ സാമ്പത്തിക സഹായം നൽകുന്നു. അടുത്തത് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. ക്യാൻസർ സുരക്ഷ. 18 വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ നൽകി വരുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ എന്ന് പറയുന്നത്. അടുത്തത് ആർദ്രം പദ്ധതി. സർക്കാർ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം. താലോലം പദ്ധതി. വൃക്കാരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സഹായധനം നൽകുന്ന പദ്ധതിയാണിവ. ശലഭം പദ്ധതി. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള പദ്ധതിയാണ് ശലഭം. നിഴൽ. രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ.
സഹജ കോൾ സെന്റർ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അതിക്രമങ്ങൾ നേരിടപ്പെടുകയോ ചെയ്താൽ പരാതികൾ അറിയിക്കുന്നതിനുള്ള തൊഴിൽ വകുപ്പിന്റെ സംവിധാനമാണ് സഹജ കോൾ സെന്റർ. അടുത്തത് തീരമൈത്രി. മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സാഫ് സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി. അവളിടം ക്ലബ്ബ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള യുവജനക്ഷേമ ബോർഡിന്റെ ഉദ്യമമാണ് അവളിടം ക്ലബ്ബ് എന്ന് പറയുന്നത്. സാന്ത്വനം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ വീടുകളിലെത്തി സമയാസമയം പരിശോധിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. സാന്ത്വനവും അതുപോലെ സ്നേഹസാന്ത്വനവും മാറിപ്പോകരുത്. സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും, സാന്ത്വനം രക്തസമ്മർദ്ദം അത് കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ന് പെട്ടെന്ന് ഓർത്തു വയ്ക്കുക. BP-യും പ്രമേഹവും ഒക്കെ വീട്ടിൽ വന്നിട്ട് പരിശോധിക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് അവ. ശ്രുതി തരംഗം. കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയ സഹായം നൽകുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ശ്രുതി തരംഗം. വാത്സല്യനിധി. പട്ടികജാതി പെൺകുട്ടികളുടെ സർവതോന്മുഖമായ വികാസത്തിനായി പട്ടികജാതി വികസന വകുപ്പ് LICയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി. LICയുടെ സഹായത്തോടെ പട്ടികജാതി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പട്ടികജാതി വികസന വകുപ്പ് നൽകുന്ന പദ്ധതിയാണ് ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി. അടുത്തത് ഉന്നതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനവും പ്രവർത്തനവും ലക്ഷ്യമിട്ട പദ്ധതിയാണ് ഉന്നതി. മിത്ര 181 ഹെൽപ്പ് ലൈൻ. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച 24 മണിക്കൂർ സേവനം ലഭ്യമാക്കുന്ന എമർജൻസി സംവിധാനമാണ് മിത്ര 181 എന്നത്. 181 ഹെൽപ്പ് ലൈൻ. ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ് ജ്യോതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തതെല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനല്ല ഇനിയും റിവിഷൻ ചെയ്യാനുണ്ട്. പക്ഷെ അപ്പോൾ അടുത്തതെല്ലാം അത്യാവശ്യം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതാണ്. നമ്മൾ കുറേ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് കുറച്ചു ആളുകളും യൂണിറ്റുകളെക്കുറിച്ച് ബേസിക്കായിട്ട് മേലാടെ പഠിച്ചിട്ട് പോയി. മനുഷ്യാവകാശത്തെക്കുറിച്ചും കേരളത്തിലെ കൃഷി രീതികളെക്കുറിച്ചിട്ടും ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.